2018 ശിലാസ്ഥാപനം നടത്തിയ ടൗൺ ഹാൾ നിർമ്മാണം 6 വർഷം കഴിഞ്ഞിട്ടും ആരംഭിക്കാൻ കഴിയാതെ ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് അധികാരികൾ. MLA ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിക്കാനായിരുന്നു പദ്ധതി. അന്നത്തെ വൈദ്യുതി മന്ത്രിയാണ് ശിലാസ്ഥാപനം നടത്തിയത്. ആദ്യകാല കുടിയേറ്റ പ്രദേശമായ ഉപ്പുതറ പഞ്ചായത്തിൽ ടൗൺ ഹാൾ വേണമെന്ന ആവശ്യം ഉയർന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ആവശ്യത്തിന് ഭൂമിയുണ്ടെങ്കിലും ടൗൺ ഹാൾ ഇനിയും യാഥാർത്ഥ്യമായില്ല. ലക്ഷങ്ങൾ മുടക്കി ടൗൺ ഹാൾ ശിലാസ്ഥാപനം നടത്തി. എന്നാൽ 2018 നടത്തിയ ശിലാസ്ഥാപന ഫലം കാടിനുള്ളിലായി. ആദ്യം MLA ഫണ്ടിൽ നിർമ്മിക്കാനായിരുന്നു പഞ്ചായത്ത് ലക്ഷ്യം വെച്ചത്. പിന്നീട് ലോകബാങ്കിന്റെ സഹായത്തോടെ നിർമ്മിക്കാൻ തീരുമാനമെടുത്തു. എന്നാൽ ശിലാസ്ഥാപനം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഉദ്ഘാടന മാമാങ്കത്തിന് ലക്ഷങ്ങൾ പൊടിക്കുകയും ചെയ്തു. 2018 സംസ്ഥാന ഗവൺമെൻറ് 1 കോടി രൂപ അനുവദിക്കുകയും അന്നത്തെ MLA അധ്യക്ഷയായി അന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രിയായ ശ്രീ MM മണി വന്ന് ഒരു ഉദ്ഘാടന മാമാങ്കം നടത്തുകയുണ്ടായി. അതിന് തന്നെ ഏതാണ്ട് 10-20 ലക്ഷം രൂപ 25 ലക്ഷം രൂപയാണ് ചിലവ് വന്നെന്നാണ് പറഞ്ഞത്. കാരണം തറ ഫില്ല് ചെയ്ത് ഉദ്ഘാടന മാമാങ്കം നടത്തിയപ്പോൾ ഇപ്പോൾ വർഷം 6 കഴിഞ്ഞിട്ടും ഒരു പൈസ പോലും വീണ്ടും വെക്കുകയോ വീണ്ടും അതിൻ്റെ തറക്കല്ല് ഇടുക പോലും ചെയ്യാതെ, തറക്കല്ല് മാത്രം ഇട്ടിട്ടുണ്ട്, അതിൻ്റെ മേളിൽ ഒരു കല്ല് പോലും വെക്കാതെ ഇപ്പോഴും അവിടെ കാട് കയറി ഒരു വന്യമൃഗ സംരക്ഷണ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇപ്പം കാലാകാലങ്ങളായി LDF ഗവൺമെൻറ് ഉപ്പുതറ കാണിക്കുന്ന അവഗണനയാണ്. നമുക്കറിയാം, ഉപ്പുതറ ആയുർവേദ ആശുപത്രിക്ക് സമീപത്താണ് ടൗൺ ഹാളിന് തറക്കല്ലിട്ടത്. ശിലാഫലകം ഇപ്പോൾ കാട് കയറി കിടക്കുകയാണ്. യാതൊരു ദീർഘവീക്ഷണവുമില്ലാതെ പദ്ധതി ആവിഷ്കരിച്ചതാണ് തിരിച്ചടിയായത്. ലക്ഷങ്ങൾ മുടക്കി ഉദ്ഘാടനം നടത്തിയപ്പോൾ നാട്ടുകാർ ഒത്തിരി പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്തു. നിലവിലെ MLAയും MPയും പഞ്ചായത്ത് ഭരണസമിതിയും ടൗൺ ഹാളിന് വേണ്ട ഒരു നടപടിയും സ്വീകരിക്കാത്തതാണ് തിരിച്ചടിയായത്. സാധാരണ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുമായിരുന്ന ടൗൺ ഹാളാണ് ശിലാഫലകത്തിൽ ഒതുങ്ങിയിരിക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.